പഴം വെച്ച് ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് ഉണ്ടെങ്കിലും ഈ ഒരു 2 റെസിപ്പീസ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പം അടിപൊളി ടേസ്റ്റുള്ള 2 ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കണ്ടു വെക്കുക. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഒരു ഹേർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു വരുതേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഐറ്റം ബനാന വിത്ത് കസ്റ്റർഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതെൻ്റെ റെസിപ്പി ഒന്നുമല്ല കേട്ടോ. ഞാനിത് കുറേ നാളായിട്ട് ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിച്ചിട്ട് സേവ് ചെയ്തിട്ട് കുറേ കാലമായി. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കിതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പം ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക. ഇത് നമുക്കൊരു 2 പീസോ അല്ലെങ്കിൽ 3 പീസോ ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കൂടുതൽ തടിയിൽ അങ്ങനെ ആക്കണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിതൊന്ന് വാട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നറിയില്ല. പക്ഷേ ഞാനിവിടെ 3 പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി തിന്നായിട്ട് 4 പീസായിട്ടും ഒരു പഴം അങ്ങനെ എടുക്കാം കേട്ടോ. 2 ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഒരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം, നിങ്ങൾക്ക് ബട്ടർ മാത്രം വേണമെങ്കിൽ അങ്ങനെ യൂസ് ആക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നിറച്ച് ഗീയും 1 ടേബിൾ സ്പൂൺ ബട്ടറുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പഴം ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പം ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച പഴമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ കരിയാൻ നിൽക്കണ്ട, ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഈ ടൈമിൽ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ബട്ടറൊക്കെ അല്ലേ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് നല്ല കൂടുതലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. പഞ്ചസാരയില്ലേ, അത് ഞാൻ 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് എല്ലാ പഴത്തിൻ്റെ മുകളിലും കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പഞ്ചസാര ഈ ഒരു ബട്ടറിലൊക്കെ ഒന്ന് മെൽട്ടായി കാരമലായിട്ട് ആ ഒരു കാരമലൈസ് ചെയ്ത ആ ഒരു ടേസ്റ്റില്ലേ, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പഴം വാട്ടുമ്പോൾ. നിങ്ങൾ അല്ലാതെ തന്നെ വെറുതെ തന്നെ പഴം വാട്ടിയിട്ട് കഴിക്കുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെന്തായാലും പഴം വാട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടില്ല കഴിക്കുക. ഇതുപോലെ ഒന്ന് കാരമലൈറ്റ് അങ്ങനെ കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം പഴമൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്, നല്ലപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മൾ ഏതിലാണോ സെർവ് ചെയ്യുന്നത് ആ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് കസ്റ്റേർഡ് ഉണ്ടാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുക്കുന്നത്, 500 ml. 2 പഴം മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ. ഞാൻ വേറൊരു ആവശ്യത്തിനും കൂടി കുറച്ചുകൂടി കസ്റ്റേർഡ് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ കുറച്ച് കൂടുതൽ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പം 1 കപ്പൊക്കെ മതിയാവുമായിരിക്കും 2 പഴത്തിനാണ് ചെയ്യുന്നെങ്കിൽ. 4 പഴത്തിനൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും 1/2 ലിറ്റർ തന്നെ എടുത്തോ. കുറച്ച് കൂടുതൽ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനതിൽ കുറച്ചൊന്ന് ബാക്കി വെച്ചിട്ട് അതിലൊരു 2.5 ടേബിൾ സ്പൂണോളം നല്ല 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. കൂടുതൽ തിക്കാക്കണ്ട, ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു തിക്നെസ്സിൽ വേണം ഈ ഒരു കസ്റ്റേർഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കുക. പഞ്ചസാരനേക്കാളും കൂടുതൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ഈ ഒരു കസ്റ്റേർഡിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മളിതിൽ വാനില എസൻസും ഒന്നും യൂസ് ചെയ്യുന്നില്ല. വാനില എസൻസൊക്കെ യൂസ് ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് വരില്ല. നമ്മൾ ഈ ഒരു വാനിലേൻ്റെ ഫ്ലേവർ തന്നെയുള്ള കസ്റ്റേർഡ് പൗഡർ ആയതുകൊണ്ട് തന്നെ വേറെ എക്സ്ട്രാ വാനില എസൻസിനൊന്നും ആവശ്യമില്ല. അപ്പോൾ അതിൽ കുറച്ച് നട്ട്സും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചൊരു ലൂസ് പോലെയുണ്ട്. ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. പിന്നെ നിങ്ങളിത് കുറച്ചുകൂടി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി തിക്നെസ്സിൽ കിട്ടും കേട്ടോ, കുറച്ചുകൂടി കട്ടിയാവും. ഇതിന് മുകളിൽ കുറച്ച് നട്ട്സൊക്കെ ചേർത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ, അടിപൊളിയാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് കൂടുതൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് 2 പഴത്തിനൊന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും 2 പഴത്തിനും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും കസ്റ്റേർഡൊക്കെ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് അതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2ാമത്തെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പം ഇത് നമ്മൾ ശർക്കര വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്ന പഴം. പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണ് കേട്ടോ. ഇതിന് കുറച്ചുകൂടെ നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക. ഇത് ഹാഫാക്കിയിട്ടും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ കുറച്ച് ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതുപോലെ കുറച്ച് എന്താ പറയുക ചെറിയ പീസാക്കിയിട്ട് പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്കൊരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ട് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള ഒരു 1/2 കപ്പോളം വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ എത്രത്തോളം പഴമുണ്ട് അതിനൊക്കെ അനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് അതൊന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു 1 കപ്പിൻ്റെ മെഷർമെൻ്റാണ് കേട്ടോ, 1 കപ്പ്. അപ്പോൾ ഒരു 1/2 to 1/4 അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാനൊരു 1/4 കപ്പോളം
ശർക്കരയില്ലേ, ശർക്കരേൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ശർക്കരയാണ് നിങ്ങളെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങളൊരു അരക്കപ്പിൽ കുറവ് വെള്ളം ചേർത്തിട്ട് ബാക്കി ഒരു അരക്കപ്പ്, ഒരു 1/4 കപ്പോളം വെള്ളത്തിൽ ശർക്കര നല്ലപോലെ ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഏലക്ക പൗഡറും, ഞാനിവിടെ അത്രയ്ക്ക് ഏലക്ക പൗഡറിന് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ 2 ടേബിൾ സ്പൂൺ നിറച്ചെണ്ണ ഗീയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇനി ഇതിലോട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ വേണ്ടേ. അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പോളം കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം കൂടുതൽ ലൂസായി പോകാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലൊരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് മധുരമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ചൊരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതെനിക്ക് കാണിക്കാൻ വിട്ടുപോയി. പിന്നെ ആവശ്യത്തിനുള്ള ഗീയും കൂടി എനിക്ക് കുറച്ച് പോരാൻ തോന്നിയപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള, എന്താ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ആ പഴത്തിൻ്റെയും ആ ഒരു ഗീൻ്റെ ആ ഒരു പശു നെയ്ൻ്റെയും ഏലക്ക പൗഡറിൻ്റെയും അതിൻ്റെയൊക്കെ കൂടെ ഈ ഒരു പപ്പടം കൂട്ടി കഴിക്കുമ്പോൾ നമ്മുടെ നല്ല പ്രതിമ പായസമൊക്കെ കഴിക്കുന്നില്ലേ, അതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇങ്ങനെയുള്ള വെള്ളത്തിൻ്റെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഇതിനോട് ഇത്രയും ഇഷ്ടം തോന്നിയത്. അപ്പോൾ ഈ 2 റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്കെങ്കിലും ചെയ്യുക. നല്ല മടിയുണ്ട് കേട്ടോ എല്ലാവർക്കും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയാവുന്ന ഒരു ഹേർട്ടെങ്കിലും കമൻറ്റായിട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.